ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 17ാം ഭാഗമാണിത്. സനീറ എന്ന പെൺകുട്ടി. അടുക്കളയിൽ തളച്ചിടപ്പെട്ട ജീവിതം. യജമാനന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങാനാവില്ല. എല്ലാ യജമാനന്മാരുടെയും സൃഷ്ടാവിനെ കുറിച്ച് കേട്ടപ്പോൾ സനീറയുടെ കൽബ് തുടിച്ചു. ഏകനായ അള്ളാഹു, മനുഷ്യരെല്ലാം അവന്റെ സൃഷ്ടികൾ. ആ നിലയിൽ എല്ലാവരും സഹോദരങ്ങൾ. സാഹോദര്യത്തിന്റെ സന്ദേശവുമായി വന്ന പ്രവാചകൻ. ആ പ്രവാചകൻ ഉരുവിടുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അത് കേട്ടാൽ മനുഷ്യൻ കോരിത്തരിക്കും. മനുഷ്യ മനസ്സിൽ കൊടുങ്കാറ്റടിക്കും. എല്ലാം പറഞ്ഞു കേട്ട കാര്യങ്ങൾ കേട്ടപ്പോൾ ആ പ്രവാചകനെ കാണാൻ വല്ലാത്തൊരു മോഹം തോന്നി. ഉപദേശം കേൾക്കാൻ കൊതിയാകുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കണം. അടുക്കളയിൽ റൊട്ടി ചുടുമ്പോഴും ഇറച്ചി പൊരിക്കുമ്പോഴുമെല്ലാം ആ ഒരൊറ്റ ചിന്ത മാത്രം. പ്രവാചകൻ അർക്കമിന്റെ വീട്ടിലാണെന്നറിയാം. കാണണമെങ്കിൽ അവിടെ പോകണം. യജമാനന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ പോകും? പോകാതിരിക്കാൻ വയ്യ. മനസ്സ് തുടിക്കുന്നു. ഒരു നാൾ ആരും അറിയാതെ വീട്ടിൽ നിന്നിറങ്ങി ഒരൊറ്റ നടത്തം. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പ്രവാചക സന്നിധിയിലെത്തി. പ്രവാചകനെ കണ്ടു. ആ വചനങ്ങൾ കേട്ടു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേട്ടു. സനീറയുടെ കൽബ് ആടിയുലഞ്ഞു. വയ്യ, സഹിച്ചു നിൽക്കാനാവില്ല. സത്യസാക്ഷ്യം വഹിക്കാൻ ഇനി വൈകിക്കൂടാ. ഉടനെ പ്രഖ്യാപിച്ചു, അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ സനീറ സത്യവിശ്വാസം കൊണ്ടു. ഇനിയൊരു ശക്തിക്കും സനീറയെ പിന്തിരിപ്പിക്കാനാവില്ല. സൂക്ഷിക്കണം. വിശ്വസിച്ച കാര്യം പരസ്യമാക്കരുത്. സമ്മതിച്ചു. തിരിച്ചു പോന്നു. ആരും കണ്ടില്ല, പിടിക്കപ്പെട്ടില്ല. പതിവ് പോലെ ജോലികൾ തുടർന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മോഹം. പ്രവാചക സന്നിധിയിൽ പറന്നെത്തണം. സഹിക്കുന്നില്ല. ആയത്തുകൾ കേൾക്കണം. തൗഹീദിന്റെ മഹാശക്തി തന്നെ നയിക്കുന്നു. വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ നോക്കി. ഒരാൾക്കും സംശയം നൽകാതെ നടന്നു. പ്രവാചക സന്നിധിയിലെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദം. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. ദിവ്യമായ അനുഭൂതി. അതിൽ ലയിച്ചിരുന്നു പോയി. വീണ്ടും മടക്കം. പിടിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു. പലതവണ ഇത് ആവർത്തിച്ചു. ആ ആവർത്തനം ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പിന്തുടർന്നു. അങ്ങനെ പിടിയിലായി. സനീറ പിടിക്കപ്പെട്ടു. സനീറയുടെ സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടു. കഠിനമായ പരീക്ഷണം. യജമാനന്മാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, നീ അവനെ തള്ളിപ്പറയണം. അവന്റെ ദീനിൽ നിന്നും നീ മടങ്ങണം. നിന്നെ ശിക്ഷിക്കില്ല. ഞാൻ സത്യബന്ധം സ്വീകരിച്ചു. സത്യത്തിൽ നിന്നും ഇനിയൊരു മടക്കമില്ല. എന്നെ വെറുതെ വിടൂ. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. നീ അവന്റെ മതത്തിൽ നിന്നും മടങ്ങുന്നതുവരെ വേദന അനുഭവിക്കും. ഇനി എനിക്കൊരു മടക്കമില്ല. അടിയുടെ ശബ്ദം. മുഖത്തും ശിരസിലും കരങ്ങളിലും. മടങ്ങുമെന്ന് പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ക്രൂരന്മാരുടെ കരങ്ങൾ ഇടതടവില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്തിന് നേരെയുള്ള അതിക്രമം. മക്ക പട്ടണത്തിൽ പലവിധ വിശ്വാസക്കാരുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും വിശ്വസിച്ചാൽ മർദ്ദിക്കും. അങ്ങനെ അബൂജഹൽ വരുന്നു. ക്ഷീണിച്ചവശയായ സനീറയെ അവൻ നോക്കി. തീപാറുന്ന കണ്ണുകൾ. നീ അവന്റെ മതത്തിൽ നിന്നും പിന്മാറുന്നുണ്ടോ? ഇടിവെട്ടും പോലെയുള്ള ശബ്ദം. ഇല്ല. ഇല്ലേ? ഇല്ല. കൈ ആഞ്ഞു വീശി ഒറ്റയടി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കറങ്ങി കറങ്ങി താഴെ വീണു. വിരലുകൾ കണ്ണിൽ പതിഞ്ഞു. ഇരുട്ട്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്ന് സനീറക്ക് തോന്നി. അല്ലാഹ്, അല്ലാഹ്. ശക്തനായ അബൂജഹൽ ദുർബലയായ ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തിന് മുന്നിൽ പരാജയപ്പെടുന്നുവെന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ചരിത്രം കണ്ടത്. ഇതുപോലെ എത്രയെത്ര പെൺകുടിമാർ. അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ, പ്രവാചകന്റെ കുടുംബാംഗം, തിരുമേനിയുടെ അമ്മായി. സഫിയ ബുദ്ധിമതിയായിരുന്നു. തന്റെ സഹോദരപുത്രന്റെ വാക്കുകളിൽ അവർക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സഫിയ റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം സ്വീകരിച്ചു. അതോടെ കൊടിയ മർദ്ദനങ്ങളും ആരംഭിച്ചു. കുടുംബ മഹിമയൊന്നും അക്കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. ശത്രുക്കളുടെ ആക്രമണം കാരണം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാതെയായി. ബിലാൽ ഇബ്നു റബാഹ്, അബ്സീനിയക്കാരനായ അടിമ. നല്ല സ്വരമാണ്, കേട്ടു നിന്നു പോകും. ക്രൂരനായ ഉമയ്യത്ത് ബിനു ഖലഫിന്റെ അടിമയായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. എത്ര ജോലി ചെയ്താലും മർദ്ദനം, പിന്നെ തെറിവിളി. മടുത്തു. അപ്പോഴാണ് ആ സുന്ദര ശബ്ദം കേട്ടത്. ഏകനായ അള്ളാഹുവിലേക്കുള്ള ക്ഷണം. ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന പരലോകത്തെ കുറിച്ചുള്ള അറിവ്. അത്ഭുതം തോന്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ട് നോക്കി നിന്നു. ഇത് സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തന്നെ, ഒരു സംശയവുമില്ല. ബിലാൽ തന്റെ യജമാനനെ മറന്നു. മറ്റുള്ളവരെ മറന്നു. അള്ളാഹുവിലും അന്ത്യപ്രവാചകനിലും വിശ്വസിച്ചു. വിശ്വാസം കുറെ നാൾ രഹസ്യമായി വെച്ചു. പിന്നെ രഹസ്യം ചോർന്നുപോയി. ഉമയ്യത്ത് ബിനു ഖലഫ് തന്റെ അടിമയെ പിടികൂടി. ഇസ്ലാം മതം കൈവെടിയണം. ഞാനാണ് കൽപ്പിക്കുന്നത്. നിന്റെ യജമാനൻ കൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. വിശ്വസ്തനായ അടിമയാണ് ഞാൻ. എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിലും. എന്നെ വെറുതെ വിടൂ. എന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരില്ല. തീർച്ച. എടാ ധിക്കാരി, നിന്റെ വിശ്വാസം ഞാൻ തകർക്കും. നീ ഇസ്ലാം ദീൻ വിശ്വസിക്കാൻ പാടില്ല. നീ ലാത്തയിൽ വിശ്വസിക്കണം. തയ്യാറുണ്ടോ? ഏകനായ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പാടില്ല. ആ വിശ്വാസം നീ കൈവെടിയണം. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. വീണ്ടും മർദ്ദനം. ശരീരം ആസകലം മർദ്ദനം. ക്ഷീണിച്ച അവശനായി ബിലാൽ താഴെ വീണു. അപ്പോൾ ഒരു ചോദ്യം. നീ മടങ്ങാൻ തയ്യാറുണ്ടോ? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവൻ. ക്രൂരന്മാർ ബിലാലിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. നട്ടുച്ച നേരം.
മണൽക്കാട് ചുട്ടുപൊള്ളുന്നു. ബിലാലിന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പിഴുതെറിഞ്ഞു. ആ മനുഷ്യ ശരീരം പതയ്ക്കുന്ന മണലിൽ മലർത്തി കിടത്തി. കിടന്ന് പുളയാൻ തുടങ്ങി. പുഴുവിനെ പോലെ. അനങ്ങാത്ത് കിടക്കടാ. ക്രൂരമായ കൽപ്പന. വലിയ കല്ലുകൾ കൊണ്ടുവന്നു. അവ ബിലാലിന്റെ മാറിൽ കയറ്റിവെച്ചു. ഭാരം കൊണ്ട് അനങ്ങാൻ വയ്യ. ശരീരം ചുട്ടുപൊള്ളുന്നു. മരുഭൂമിയിൽ നിന്നും കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം പരന്നു. ആരോഗ്യവാനായ ബിലാൽ തളരുന്നു. അല്ലാഹു ഹദ്, അല്ലാഹു ഹദ്. മർദ്ദനം കാണാൻ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. അവർ മർദ്ദകരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരാൾ തിക്കിക്കയറി കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മർദ്ദനം കണ്ട് സഹിക്കാനാവുന്നില്ല. ഉമയ്യത്തിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ഈ അടിമയെ നിങ്ങൾ വിൽക്കുന്നുണ്ടോ? വിൽക്കാം, നല്ല വില തരണം. വില പറഞ്ഞോളൂ. വില പറഞ്ഞു. അങ്ങനെ കച്ചവടവും ഉറപ്പിച്ചു. ബിലാലിനെ വിലക്ക് വാങ്ങി. ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അധീനതയിലാണ്. ബിലാൽ, ഇന്നു മുതൽ താങ്കൾ അടിമയല്ല. താങ്കളെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഈ സൽക്കർമ്മത്തിന് മതിയായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ബിലാലിന് ഇസ്ലാം മതത്തിൽ ഉന്നത സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിൻ എന്ന പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു. ഈ കഥയുടെ 18ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.